ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം പിടിച്ചോ. വാട്ട് ആർ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ ഇംപ്ലിമെന്റഡ് ഇൻ ഫ്രാൻസ്? നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെ? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ നോക്കിയേ, ഒന്ന്, അദ്ദേഹം കൊണ്ടുവന്ന ലീഗൽ റിഫോംസ് അഥവാ നിയമപരിഷ്കാരങ്ങൾ എന്താണെന്ന് നോക്കിയാൽ നെപ്പോളിയോണിക് നെപ്പോളിയോണിക് കോഡ് അഥവാ എന്താടാ, നെപ്പോളിയന്റെ നിയമസംഹിത. അതായത് രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ കാര്യങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടുള്ള നെപ്പോളിയൻ സ്വന്തമായിട്ടൊരു നിയമസംഹിത ഉണ്ടാക്കി. അതിന് നെപ്പോളിയോണിക് കോഡ് എന്നാണ് പറയുന്നത്. അതിലെന്താ ചെയ്തത്? ഫ്യൂഡൽ ലോഡ്സിലെ ഫ്യൂഡൽ നിയമങ്ങളൊക്കെ ഇല്ലാതാക്കി. ഇക്വാലിറ്റി, റിലീജിയസ് ഫ്രീഡം, ആളുകൾക്ക് തമ്മിൽ എന്താണ് ഇക്വാലിറ്റി, സമത്വവും മതസ്വാതന്ത്ര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നെപ്പോളിയോണിക് കോഡ്, നെപ്പോളിയന്റെ നിയമസംഹിത കൊണ്ടുവന്നു. രണ്ട്, കൺകോർഡറ്റ് കൺകോർഡറ്റ് എന്ന് വെച്ചാൽ നെപ്പോളിയനും പോപ്പും തമ്മിൽ. ആരാണ് പോപ്പ്? ലോകത്തെ ക്രിസ്തുമത വിശ്വാസികളുടെ തലവനാണ് പോപ്പ് എന്ന് പറയുന്നത്. പോപ്പും നെപ്പോളിയൻ തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ പേരാണ് കൺകോർഡറ്റ്. അടുത്തത് എഡ്യൂക്കേഷണൽ റിഫോംസ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന മാറ്റമാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹം ഫസ്റ്റ് തീരുമാനം എടുത്തത് യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ശ്രമിച്ചത്. ഇനി കൂടാതെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വേണം. അദ്ദേഹത്തിന് എന്താ ചെയ്തത്? ലിസൈ എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ലിസൈ. അതായത് സർക്കാർ സർവീസുകൾ, ഗവൺമെന്റ് സർവീസുകളിലേക്കും ആർമിയിലൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടാനാണ് ലിസൈ എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടാക്കിയത്. കൂടാതെ അദ്ദേഹം എന്തുണ്ടാക്കി? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്. എന്തുണ്ടാക്കി എന്നാ പറയുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസും ആര് സ്ഥാപിച്ചു? ഈ പറയുന്ന നെപ്പോളിയൻ സ്ഥാപിച്ചു എന്ന കാര്യം ഓർത്തു വെക്കുക. എന്റെ അടുത്ത പോയിന്റ് എന്താണ്? എക്കണോമിക് റിഫോംസ് അഥവാ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. എന്താ ചെയ്തിട്ടുള്ളത്? സാമ്പത്തിക പരിഷ്കാരം. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. എന്തുണ്ടാക്കി? സാമ്പത്തിക കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ എന്തുണ്ടാക്കി? ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി. ആൻഡ് അടുത്തതോ മിലിറ്ററി റിഫോംസ്, സൈനിക പരിഷ്കാരങ്ങൾ. നോക്കി നിങ്ങൾ, അത് ആർമി വാസ് റീഓർഗനൈസ്ഡ് ഇൻ ടു സെവറൽ ബറ്റാലിയൻ. സൈന്യത്തെ പല പല ബറ്റാലിയൻ, പല പല ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒന്ന് ലീഗൽ റിഫോംസ്, നിയമപരമായിട്ട് എന്ത് മാറ്റമാണ്? പരിഷ്കാരം. നമ്മൾ പറഞ്ഞു നെപ്പോളിയോണിക് കോഡ്, നെപ്പോളിയന്റെ നിയമസംഹിത കൊണ്ടുവന്നു. കൺകോർഡറ്റ് എന്ന് വെച്ചാൽ പോപ്പും നെപ്പോളിയൻ ഒപ്പുവെച്ച കരാറാണ്. എഡ്യൂക്കേഷണൽ റിഫോം എന്ന് വെച്ചാൽ ലിസൈ എന്ന് പറഞ്ഞ സ്കൂളുകൾ ഉണ്ടാക്കി. ആൻഡ് പിന്നെ എന്തുണ്ടാക്കി? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി. ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടലാണ്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എക്കണോമിക് റിഫോം, സാമ്പത്തിക പരിഷ്കാരത്തിൽ നമ്മൾ പറഞ്ഞു ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി. ആൻഡ് മിലിറ്ററി റിഫോംസിൽ സൈന്യത്തെ പല പല ബറ്റാലിയൻ, ഡിഫറെന്റ് ബറ്റാലിയൻ ആക്കി മാറ്റി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു മെൻ ബൈ കോണ്ടിനെന്റൽ സിസ്റ്റം? എന്താണ് കോണ്ടിനെന്റൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം നെപ്പോളിയൻ ഫ്രാൻസിലെ റൂളറാണ്. നെപ്പോളിയന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ബ്രിട്ടൻ. ഈ ബ്രിട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി നെപ്പോളിയൻ നടപ്പിലാക്കിയ പദ്ധതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടിനെന്റൽ സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താണ് അത്? നെപ്പോളിയൻസ് എനിമി വാസ് ബ്രിട്ടൻ. ബ്രിട്ടൻ ആയിരുന്നു നെപ്പോളിയൻ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത്. He devised a plan to destroy Britain economically. സാമ്പത്തികമായിട്ട് ബ്രിട്ടനെ ഇല്ലാതാക്കാൻ നെപ്പോളിയൻ തീരുമാനിച്ചു. For this purpose he formulated a plan. അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കി. This plan is known as continental system. അതിനെ നമ്മൾ കോണ്ടിനെന്റൽ സിസ്റ്റം, വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ടു. According to this, അത് പ്രകാരം എന്താ ചെയ്തത്? Countries that were under the control of France, ഫ്രാൻസിന്റെ കയ്യിലുള്ള, ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളും ഓർ ദ ഫ്രണ്ട്ലി നാഷൻ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസുമായി സൗഹൃദ ബന്ധം രാജ്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും ബ്രിട്ടനുമായി കച്ചവടം ചെയ്യാൻ പാടില്ല. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളോ ഇനി ഫ്രാൻസുമായിട്ട് സൗഹൃദം നല്ല ഫ്രണ്ട്ഷിപ്പുള്ള രാജ്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിട്ടനുമായിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല. ഇതാണ് കോണ്ടിനെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. അവസാനം ബ്രിട്ടനും ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിനെ തോൽപ്പിച്ചു കളഞ്ഞു. ആരെ തോൽപ്പിച്ചു കളഞ്ഞു? ഫ്രാൻസിനെ തോൽപ്പിച്ചു കളഞ്ഞു. ഫ്രാൻസിനെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ റൂളറായ നെപ്പോളിയനെ തോൽപ്പിച്ച യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ. വാട്ടർലൂ യുദ്ധം എന്നാണ് അതിന്റെ പേര്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കണം. ആൻഡ് ലാസ്റ്റ് ഒരു ചോദ്യം നോക്കിയോ. വാട്ട് were the major decisions of the Congress of Vienna? വിയന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? ഈ വിയന്ന കോൺഗ്രസ് ബ്രിട്ടനും റഷ്യയും ഓസ്ട്രിയ രാജ്യങ്ങളൊക്കെ ചേർന്ന് ഫ്രാൻസിനെ തോൽപ്പിച്ചു. യുദ്ധത്തിന്റെ പേര് വാട്ടർലൂ യുദ്ധം.
ആ യുദ്ധത്തിന് ശേഷം ഈ ജയിച്ച രാജ്യങ്ങളിൽ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ബ്രിട്ടനും റഷ്യയും ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ കൂടിച്ചേർന്ന സമ്മേളനമാണ് വിയന്ന കോൺഗ്രസ്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന ആരാണ്? മെറ്ററിഷ് എന്ന് പറഞ്ഞാൽ അത് വൺ വേർഡ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഈ സമ്മേളനത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് റീസ്റ്റോർ ദ മൊണാർക്കീസ് ദാറ്റ് existed in the countries of Europe, including France before the French Revolution. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പിലെ രാജ്യങ്ങളിൽ എന്തുണ്ടാക്കുക? വീണ്ടും രാജഭരണം വീണ്ടും കൊണ്ടുവരാം. അതായത് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്പിലെ എല്ലാ രാജ്യത്തും രാജഭരണം കൊണ്ടുവരാൻ. രണ്ടോ, റീസ്റ്റോർ ദ ബോർബൺ മൊണാർക്കി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ എന്ത് കൊണ്ടുവരാ? ഫ്രാൻസിലെ ബോർബൻ രാജഭരണത്തെ വീണ്ടും കൊണ്ടുവരാ. ഓക്കെ, അതായത് എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വിപ്ലവം നടത്തി ബോർബൻ രാജാവിനെ പുറത്താക്കാനാ? വീണ്ടും ഈ എന്താണ് വിയന്ന കോൺഗ്രസിൽ എടുത്തത് എന്താണ്? അവിടെ വീണ്ടും ഈ ബോർബൻ രാജഭരണം കൊണ്ടുവരണമെന്ന്. മൂന്ന്, റെക്കഗ്നൈസ് ബ്രിട്ടൻസ് നേവൽ സുപ്രീമസി. യൂറോപ്പിൽ ഏറ്റവും ശക്തമായ നാവിക പട, അതായത് നേവൽ ഫോഴ്സ് ബ്രിട്ടൻ ആണെന്ന് ബാക്കി രാജ്യങ്ങൾ സമ്മതിച്ചു കൊടുത്തു. പകരം റഷ്യാസ് ഡൊമിനൻസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ് അഥവാ കിഴക്കൻ യൂറോപ്പിൽ ഏറ്റവും വലിയ ശക്തി അല്ലേ ആരാണ്? റഷ്യയാണെന്നും പറഞ്ഞു കൊടുത്തു. ആൻഡ് റെക്കഗ്നൈസ് ഓസ്ട്രിയാസ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ ഏഷ്യ, സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും ശക്തി ഓസ്ട്രിയക്കാണെന്നും ഈ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്കി കാര്യങ്ങളുമായി നമുക്ക് മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരു സെഷനിൽ കാണാം. ബൈ ബൈ, ടാറ്റ, സീ യു.